ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലെ സമാന വാക്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത്. സ്നേഹ ഈശോയെ, ലോഗോസ് പരീക്ഷ 28 കർത്താവേ, ഇനി കേവലം 2 ദിവസം കൂടിയുള്ളൂ. ശനിയും ഞായറും ഉള്ള സമയം മാക്സിമം പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർക്കുവാനും തെറ്റുകൂടാതെ എഴുതുവാനും ഒക്കെയും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നല്ല മാർക്ക് നൽകി എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ലൂക്ക 17 9 സമാന വാക്യങ്ങളാണുള്ളത്. ലൂക്ക 17 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്പ്രേരണയെക്കുറിച്ചാണ്. ദുഷ്പ്രേരണ ഉണ്ടാകാതിരിക്കുക, അതിനെക്കുറിച്ചാണ് പറയുന്നത്. മത്തായി 18 6 മുതൽ 7 വരെയും, മാർക്കോസ് 9 42, 1 കൊറിന്തോസ് 8 12 ഈ വാക്യങ്ങളിലൊക്കെ ദുഷ്പ്രേരണയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. 2 ലൂക്ക 17 3 4 അത് ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ളത് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പം 70 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. മത്തായി 18 5 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ. മൂന്നാമത്തത് ലൂക്ക 17 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അത് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുന്ന കാര്യമാണ്. അത് മത്തായി 17 20 21 21, മാർക്കോസ് 11 22 23 വാക്യങ്ങളിലൊക്കെ ഈ കാര്യം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. 4 ലൂക്ക 17 12, ലേവ്യർ 13 45 46 കുഷ്ഠരോഗിയെക്കുറിച്ചാണ് പറയുന്നത്. 5 ലൂക്ക 17 14, അതിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം, ദേവാലയത്തിൽ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞു അയക്കുന്നതാണ്. അപ്പോൾ അത് ലേവ്യർ 14 2 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളിൽ. ലൂക്ക 5 14 ഈ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഈശോ പറയുന്നത് അത് പഴയ നിയമത്തിൽ ശുദ്ധീകരണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നതാണ്. ലേവ്യർ 14 നമ്മൾ കാണുന്നത്. ലൂക്ക 17 26 മുതൽ 27 വരെ അവിടെ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൻ്റെ ആ ഒരു സമയം പറയുന്നത് നോഹയുടെ കാലം പോലെ ആയിരിക്കും എന്നൊക്കെ ഈശോ പറയുന്ന ഒരു സംഭവമാണ്. അത് നോഹയെക്കുറിച്ച് പറയുന്നതാണ്. അത് ഉൽപ്പത്തി 6 5 മുതൽ 8 വരെയും 7-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ലൂക്ക 17 28 മുതൽ 30 വരെ അതോടെ ലോത്തിൻ്റെ കാര്യമാണ്. ലോത്ത് ഉൽപ്പത്തി 18 20 മുതൽ 23, 19 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യം കൂടുതൽ വിശദീകരിച്ച് വരുന്നത്. ഇനി 8ാമത്തത് ലൂക്ക 17 31 പുരമുകളിൽ ആയിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള അങ്ങനെ തിരിഞ്ഞു പോകരുത് എന്ന് പറയുന്നത്. മത്തായി 24 17 18, മാർക്കോസ് 13 15 16, ലൂക്ക 21 21 ഈ മനുഷ്യപുത്രൻ്റെ ആഗമനത്തിൻ്റെ സമയത്ത് നമ്മൾ എന്തിനേലും വേണ്ടി തിരിഞ്ഞു പോകരുത് എന്നുള്ള വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ലൂക്ക 17 32 അവിടെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച് ഓർക്കുക എന്ന് ഈശോ പറയുന്നതാണ്. തിരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ തിരിഞ്ഞ് പിന്നിലേക്കുള്ളവ തിരിഞ്ഞു നോക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഉൽപ്പത്തി 19 26 ലോത്തിൻ്റെ ഭാര്യ പുതുണായി മാറിയ കാര്യമാണ് അവിടെ പരാമർശിക്കുന്നത്. ലൂക്ക 18 3 സമാന വാക്യം. ലൂക്ക 18 1 ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം. ലൂക്ക 11 5 8 3 അപ്പം ചോദിച്ചൊരു സ്നേഹിതൻ വരുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ആ കാര്യമാണ് സമാനമാക്കിയിട്ട് വന്നിരിക്കുന്നത്. ലൂക്ക 18 20 5 പ്രമാണങ്ങളെക്കുറിച്ച് ഒരു അധികാരി വന്ന് ചോദിക്കുമല്ലോ, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം. അപ്പോൾ ഈശോ 5 പ്രമാണങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ 5 പ്രമാണങ്ങളെക്കുറിച്ച് തന്നെ പുറപ്പാട് 20 12 മുതൽ 16 വരെയും, നിയമാവർത്തനം 5 16 മുതൽ 20 വരെയും, റോമ 13 9 5 പ്രമാണം പറയണില്ല എങ്കിലും അതിലെ പ്രമാണങ്ങൾ പറയുന്നുണ്ട്. ലൂക്ക 18 31 പീഡാനുഭവം 1 2 3 പ്രവചനങ്ങൾ. അപ്പോൾ ലൂക്ക 9 21 27 43 45, പിന്നെ 17 25. അതായത് ലൂക്ക 9 21 27 43 45 ഒന്നാം പ്രവചനം, രണ്ടാം പ്രവചനം, മൂന്നാം പ്രവചനം അങ്ങനെ വരുന്നത്. ഓക്കെ.
ലൂക്ക 19:7 പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. അത് സക്കേബൂസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാര്യമാണ് 19:7 പറയുന്നത്. ലൂക്ക 5:29-30 ലേവിയുടെ വീട്ടിൽ താമസിക്കുമ്പം പറയുന്നതാണ്. പിന്നെ 15:1-2 അത് പൊതുവായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെ പാപികളുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോയെ പറയുന്നത്. ലൂക്ക 19:8 വഞ്ചിച്ചെടുത്തതിന് പരിഹാരം ചെയ്യുന്നത്. അത് പുറപ്പാട് 22:1, ലേവ്യർ 6:5, സംഖ്യ 5:6-7 വാക്യങ്ങളിൽ. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ വഞ്ചിച്ചെടുത്ത മുതലും അതിൻ്റെ 1/5 കൂടെ ചേർത്ത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ്. ലൂക്ക 19:38 കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. അതിൻ്റെ സമാനവാക്യം സങ്കീർത്തനം 118:26. ലൂക്ക 19:46 എൻ്റെ ആലയം പ്രാർത്ഥനാലയം. അത് യെശയ്യാ 56:7 പറയുന്നുണ്ട്. ലൂക്ക 20:9 മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്. അപ്പം മുന്തിരിത്തോട്ടം കൃഷിക്കാരെന്ന ഉപമ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ യെശയ്യാ 5:1-7 ഇപ്പോൾ കർത്താവ് ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളാണ് അവിടെ. ലൂക്ക 20:17 പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തനം 118:22-23 അപ്പോസ്തല പ്രവർത്തനം 4:11 1 പത്രോസ് 2:6-7 വാക്യങ്ങളിലും ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന ആശയം വരുന്നുണ്ട്. ലൂക്ക 20:18 ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും. അത് യെശയ്യാ 8:14-15 ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. ലൂക്ക 20:25 സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. റോമ 13:7 ഇക്കാര്യം വരുന്നുണ്ട്. ലൂക്ക 23:2 അതിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈശോയെടുത്ത് ചോദിക്കുമ്പോൾ ഈശോ കറക്റ്റായിട്ട് ആ നാണയം നോക്കിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ വന്നിട്ട് പീലാത്തോസിൻ്റെ മുമ്പിൽ ഇവർ തെറ്റായിട്ട് കുറ്റം ആരോപിക്കും. സീസറിന് നികുതി കൊടുക്കണ്ട എന്ന് ഈശോ പറഞ്ഞെന്ന്. അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ലൂക്ക 20:28 വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ സദുക്കായർ ഈശോയെ കൊടുക്കാൻ വന്നതാണ്. ഇതിനെക്കുറിച്ച് നിയമത്തിൽ പറയുന്നത് നിയമാവർത്തനം 25:5 ലൂക്ക 20:37 അബ്രഹാത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അത് മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ്. അത് പുറപ്പാട് 3:6 നമ്മൾ കാണുന്നുണ്ട്. 15-16 വാക്യങ്ങളിലൊക്കെ ഇക്കാര്യം വീണ്ടും പറയുന്നുണ്ട്. ലൂക്ക 20:42-43 ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അത് സങ്കീർത്തനം 110:1 അപ്പോസ്തല പ്രവർത്തനം 2:34-35 1 കൊറിന്തോസ് 15:25 ഹെബ്രായർ 1:13 ഈ വാക്യങ്ങളിലൊക്കെ ഇതേ ആശയം തന്നെ വരുന്നുണ്ട്. ലൂക്ക 20:46 സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനം. ലൂക്ക 11:43 ഇപ്പോൾ ഒരു സ്ഥലത്ത് നിയമജ്ഞരാണെങ്കിൽ മറ്റു സ്ഥലത്ത് ഫരിസേയർ. ഇതേ ഉള്ള വ്യത്യാസം. ലൂക്ക 21:14-15 വാക്യങ്ങളിൽ എന്തുത്തരം പറയണമെന്ന് ആലോചിക്കേണ്ട എന്ന് പറയുന്നതാണ്. ലൂക്ക 12:11-12 ഇതേ ആശയം വരുന്നുണ്ട്. ലൂക്ക 21:20-22 വരെ അവിടെ പറയുന്ന കാര്യം ഇതാണ്. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുക. അങ്ങനെ പ്രതികാരത്തിൻ്റെ ദിനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്ക 19:41-49 വാക്യത്തിൽ നിനക്ക് ചുറ്റും പാളയമടിച്ച് വളയുകയും എല്ലാ വശത്തു നിന്നും ഞെരുക്കും എന്നുള്ള കാര്യം തന്നെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൂക്ക 23:28-31 വരുന്നതും ഇങ്ങനെ ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി എന്തിനെ കരയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പർവ്വതങ്ങളെ ഞങ്ങളുടെ മേൽ വീഴുക എന്ന് പറയുന്ന അത്രത്തോളം ഞെരുക്കങ്ങളുണ്ടാവും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നീട് 17:31 ഇങ്ങനെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും എടുക്കാനൊന്നും തിരിഞ്ഞു പോകരുത് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം അവസാന ദിവസങ്ങളെക്കുറിച്ചുള്ളൊരു സൂചനയാണത്. ലൂക്ക 21:24 ജെറുസലേമിനെ ചവിട്ടിമെതിക്കും. അപ്പം ഈ വിജാതിയുടെ നാളുകൾ
പൂർത്തിയാകുന്നത് വരെ അവർ ജെറുസലേമിനെ ചവിട്ടിമതിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. 21-24 യെശയ്യാ 63:18 അങ്ങയുടെ ആലയം ചവിട്ടിമതിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ എന്നുള്ളൊരു വാക്യമാണ് വരുന്നത്. പിന്നെ ദാനിയേൽ 8:13 വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽക്കീഴിൽ ചവിട്ടിമതിക്കപ്പെടുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും എന്ന് ദാനിയേൽ ചോദിക്കുന്ന ഒരു വാക്യമാണത്. അതിനുശേഷം വെളിപാട് 11:2 അവിടെ പറയുന്നുണ്ട്, ദേവാലയത്തിൻ്റെ മുറ്റം അളക്കണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ട 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമതിക്കും, അങ്ങനെ പറഞ്ഞിരിക്കണേ. ഇനി നമുക്ക് ലൂക്ക 21-25 അതിൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം അത് ഈ പഴയ നിയമ പുസ്തകങ്ങളിലും വെളിപാടിലൊക്കെ പറയുന്നതിൽ യെശയ്യാ 13:10, ജോയേൽ 2:10, സെഫാനിയ 1:15, വെളിപാട് 6:12 മുതൽ 13 വരെ. അവിടെ ഈ സൂര്യനൊക്കെ ഇരുണ്ട് പോകും, അങ്ങനെ പ്രകാശം നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥയാണ് അവിടെയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ലൂക്ക 21-27 മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത്. ഇതേ ദർശനം നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിന് ലഭിച്ചിട്ടുണ്ട്. ദാനിയേൽ 7:13-14 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്ക 21:34 ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. അത് നമുക്ക് മത്തായി 24 നമുക്കത് കാണാൻ സാധിക്കും. 48-50 അതായത് 21:34 പറയുമ്പം സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പാപത്തിൽ മുഴുകി ഇങ്ങനെ ജീവിക്കുകയും പെട്ടെന്ന് ഈശോ വരുമ്പോഴത്തേക്ക് നമ്മൾ തിരസ്കൃതരാവാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ സൂചനയാണ് കർത്താവ് തരുന്നത്. മത്തായി 24:48-60 പറയുമ്പം ദുഷ്ടനായ ഭൃത്യൻ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിക്കാനും മറ്റ് സഹവർത്തിയന്മാരെ മർദ്ദിക്കാനും മർദ്ദിവന്മാരോടുകൂടി ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ ആ കാര്യമാണ് മത്തായിയിൽ വരുന്നത്. ലൂക്ക 22:7 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനത്തെക്കുറിച്ചാണ് വരുന്നത്. പുറപ്പാട് 12:14-20 വരെയും നിയമാവർത്തനം 16:5 മുതൽ 8 വരെയും ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ലൂക്ക 22:21 ഒറ്റിക്കൊടുക്കുന്നവനെ കുറിച്ച്, അതായത് യൂദാസിനെ കുറിച്ചാണ്. അത് സങ്കീർത്തനം 41:9 അത് തന്നെ പറയുന്നുണ്ട്. എന്നോടുകൂടി ഭക്ഷണത്തിനിരിക്കുന്നത് ഒരാളാണ്, എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്നുള്ള സൂചന അവിടെയും വരുന്നുണ്ട്. ലൂക്ക 22:28-30 വരെ. അപ്പം ഈ പത്രോസ്ലിയ ചോദിക്കുമല്ലോ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ വന്നു, അപ്പം ഞങ്ങൾക്ക് എന്താ കിട്ടണേന്ന് ചോദിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയാണ്, ഒരു വാഗ്ദത്വമാണ്. 12 സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കും എന്നുള്ളത്. ഇക്കാര്യം തന്നെ മത്തായി 19:28 പറയുന്നുണ്ട്. ലൂക്ക 22:37 നിയമലംഘകരോടുകൂടി എണ്ണപ്പെട്ടു. യെശയ്യായിൽ വരുമ്പോഴത്തേക്ക് യെശയ്യാ 53 ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നത്. അവിടെ യെശയ്യാ 53:12 പാപികളോടുകൂടി എണ്ണപ്പെട്ടു എന്നുള്ള രീതിയിൽ വരുന്നത്. ലൂക്ക 22:42 എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം. അത് ഹെബ്രായറിൽ വരുമ്പോൾ ഈശോയുടെ അനുസരണം, അതായത് കുരിശുമരണത്തോളം അനുസരണം ഉള്ളവനായി അവിടെ നിന്ന് മാറി. ഹെബ്രായർ 5:8. ലൂക്ക 22:61 കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും. അത് ലൂക്ക 22:34 പറയുന്നത് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. 22:61 വരുമ്പോഴത്തേക്ക് അത് ഉപേക്ഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷേധിച്ച് കഴിഞ്ഞു. ലൂക്ക 22:69 മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്തിരിക്കും. അത് സങ്കീർത്തനം 110:1. നമ്മൾ സങ്കീർത്തനം 110:1 നേരത്തെയും കണ്ടായിരുന്നു. ലൂക്ക 23:11 അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്പോൾ ലൂക്കയിൽ വരുമ്പോഴത്തേക്ക് അത് ഹെറോദേസ് പടയാളികളോട് കൂടി ചേർന്ന് ചെയ്യുന്നതാണ്. മാർക്കോസിൽ വരുമ്പം പടയാളികൾ ചെയ്യുന്നതാണ്. മാർക്കോസ് 15:17-19 വരെ. ലൂക്ക 23:18 ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക.
അത് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കൊലപാതകയെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോസ്തല പ്രവർത്തനം 3:13 മുതൽ 14 വരെ. ഇനി ലൂക്ക 23:30 പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്ന് പറയുന്നത് ഹോസിയ 10:8 ലൂക്ക 23:33 ഈശോയുടെ കുരിശ് മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്, അപ്പം മരിക്കുന്നതല്ല. അത് യെശയ്യാ 53:12 ലൂക്ക 23:34 അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ഇക്കാര്യം സങ്കീർത്തനം 22:18 പിന്നെ വിനാഗിരി കൊടുക്കുന്നതാണ് ലൂക്ക 23:36 അത് സങ്കീർത്തനം 69:21 ലൂക്ക 23:45 ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കയറി. അത് ഹെബ്രായർ 9:8 10-ാം അധ്യായം 19-20 അത് ശരിക്കും ഈ ശരീരമാകുന്ന ശരീരം അതിലൂടെ ഇങ്ങനെ ഈശോയുടെ ഈ ഒരു കുരിശുമരണത്തിലൂടെ നമുക്കൊരുപാട് കാര്യങ്ങൾ തുറക്കപ്പെട്ട് കിട്ടുവാണെന്നുള്ളതാണ് ആശയം വരുന്നത്. ഒത്തിരി പഠിക്കാനുള്ളൊരു മേഖലയാണ്. ലൂക്ക 23:46 അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അത് സങ്കീർത്തനം 31:5 ഇതേ വാക്യമുണ്ട്. ലൂക്ക 23:53 അപ്പോൾ ഈശോയെ കല്ലറയിൽ വയ്ക്കുന്നതാണ്. അപ്പോസ്തല പ്രവർത്തനം 13:29 ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്. ലൂക്ക 23:56 സാബത്തിനെ കുറിച്ചാണ്. പുറപ്പാട് 12:6 20:10 അപ്പം നമുക്കറിയാം ഇവിടെ ഈശോയെ അടക്കിയപ്പം സാബത്ത് സ്ത്രീകളെല്ലാം പോയി നിയമാനുസൃതം സാബത്ത് ആചരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാബത്ത് എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് അവിടെ പുറപ്പാടിലൊക്കെ വരുന്നത്. ഇനി ലൂക്ക 24 ഒരു സമാനമാക്കിയുള്ളൂ. ലൂക്ക 24:46 മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. ഈശോയുടെ ഉയർപ്പാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഹോസിയ 6:2 1 കൊറിന്തോസ് 15:3-4 ഇതിൽ ഒരെണ്ണം ഞാൻ തെറ്റ് തിരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 19:29 ആക്കിയിട്ടുണ്ട്. കാരണം അതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് ആ സമയത്ത് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. അതിലും എല്ലാവർക്കും നല്ലൊരു ലോഗോസ് പരീക്ഷ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.